ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം പോയിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ കാര്യങ്ങളാട്ടത്. തിരുവനന്തപുരം പോയിട്ട് അന്ന് അവിടെ റൂമും കാര്യങ്ങളും എടുത്തു. പിന്നെ പിറ്റേ ദിവസം റെസ്റ്റും കാര്യങ്ങളും എടുത്ത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ എവിടെ പോയാലാണ് നല്ല ഫുഡ് കിട്ടുക എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയ സമയത്ത് അടിപൊളിയാണ്. കാരണം അവിടുത്തെ സർവീസും കാര്യങ്ങളും ഒക്കെ ഫുഡാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റേറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ലതുണ്ട്. ബില്ല് വന്നപ്പോൾ മനസ്സിലായി. പക്ഷേ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആസാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ തിരുവനന്തപുരം കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ കാണാൻ വേണ്ടി പോകാൻ നിൽക്കട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കണം, പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാര്യമായിട്ട് സൂം കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു റൂമും കാര്യങ്ങളും എടുത്ത സമയത്ത് ഫസ്റ്റ് ഞങ്ങൾക്ക് വേറൊരു റൂമാട്ടോ തന്നിരുന്നവർ. അപ്പോൾ അതിൽ എ സി കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിൽ എ സി കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണില്ല, ഞങ്ങൾ ചേഞ്ച് ആക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ കിട്ടിയ റൂം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനൊരു ബാഗ് ഇട്ടിക്കണം. അതേപോലെ ജുനുവിൻ്റെ അടുത്ത് ഹെസുണ്ട്, ഇസും ഓനിപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ട് ഒരു ബാഗ് ഓനും ഇട്ടിട്ടോ. സത്യത്തിൽ ജുനുവിന് ഈ ഒരു പോവലൊന്നും ഇപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, നടന്നു പോവുക. കാരണം ഓലൊക്കെ ഇങ്ങനെ കാറിൽ പോയിട്ട് ഇന്ന സ്ഥലത്ത് ഇറങ്ങുക അങ്ങനെ ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെയിലത്ത് കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് കയറിയിട്ട് കഴിച്ചു. ദോശ ഓല് രണ്ടാളും ദോശ തിന്ന്, ഞാൻ ഇഡ്ഡലി കഴിച്ചു. പിന്നെ അതേപോലെ ഹെസമോളൊക്കെ നന്നായിട്ട് കഴിച്ചു. പക്ഷേ അവിടുന്ന് ഓള് വൊമിറ്റ് ചെയ്ത് ഓളാകെ ക്ഷീണിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ ബസ്സിൻ്റെ അവിടേക്ക് പോയി, ബസ് കയറി. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ കണ്ട് പിന്നെ സൂമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബസ്സിൽ കയറിയത്. ഇവിടെ ബസ്സിൽ കയറുക എന്ന് പറയുമ്പോൾ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ ചില ഓട്ടോയിലാണ് ഗൂഗിൾ പേ ഇല്ലാത്തത്. ഞങ്ങൾ 1-2 ഓട്ടോ കയറിയപ്പോൾ ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് വേണം പറഞ്ഞു കേട്ടോ. പിന്നെ ബസ്സിലൊക്കെ ഗൂഗിൾ പേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സുകൾ എവിടെയാണ് നിർത്തിയിട്ടിരിക്കണമെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരോട് ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ പോയി. പിന്നെ ബസ്സിൽ കയറിയ സമയത്ത് നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷേ തന്നെ എവിടെയാണ് ബസ് നിർത്തിയിട്ടിരിക്കണത് അതൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായില്ല. അങ്ങനെ ബസ്സിൽ കയറി. പിന്നെ സൂമിൻ്റെ അവിടേക്ക് ഓട്ടോയിൽ കയറിട്ടോ. ഈ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്താണ് ഗൂഗിൾ പേ ഇല്ലായിരുന്നു, ക്യാഷ് വേണം പറഞ്ഞ് ഞങ്ങളവിടെ ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ജൂനും ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ഗൂഗിൾ പേ ഇല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഗൂഗിൾ പേ ഇല്ല അത്ര തന്നെ പറഞ്ഞ്. പിന്നെ ആരെങ്കിലും നമ്പർ തരുമോ ഓലെ അക്കൗണ്ടിലേക്ക് സെൻഡ് ആക്കാന്നൊക്കെ പറഞ്ഞു. വേണ്ട, കയ്യിൽ തന്നാൽ മതി പറഞ്ഞു. ഒരു വയസ്സായ ഒരാളേന്നു. ശരിയാണ്, ഇങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്തും ഗൂഗിൾ പേ ഇല്ലാത്തതുണ്ട് കേട്ടോ. പക്ഷെ ഓലെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, ഓൽക്കത് കൈകാര്യം ചെയ്യാൻ അറിയണ്ടാവില്ല. ഇവിടെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്ര ചൂടുണ്ടായിരുന്നില്ല. നമ്മൾ മലപ്പുറത്തിൻ്റെ അതേപോലെ ചൂടും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ മഴക്കാറുണ്ടാവും. അതേപോലെ തന്നെ വെയിലുണ്ടെങ്കിലും അതിന് ചൂട് കുറവേന്നു. അപ്പം നമുക്ക് എങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾ സൂലെത്തി. അപ്പോൾ ഹെസക്കും സൂനും ഓരോന്ന് വാങ്ങിക്കാട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഓലെന്തെങ്കിലും വേണം പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഓൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്.
ചങ്കരുത് ചെന്ന് കയറുന്ന അവിടെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിച്ചാനായിട്ട് ചെറിയൊരു പാർക്കും കാര്യങ്ങളും, പിന്നെ ഇവിടുത്തെ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഓരോ ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തർ വന്ന് അത് കിട്ടും. ഇല്ലേ ഹെസമോള് ചോദിക്കുന്നുണ്ട് ആന പുലി ഒക്കെ കാണാൻ പോവാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. വന്ന് ചില സൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു പേരിന് മാത്രം 1-2 ഒക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്. ഇപ്പോഴും ഞങ്ങൾ ടിക്കറ്റ് എടുക്കണോടത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ടിക്കറ്റിന് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ളൂ അറിയാൻ പറ്റുക. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഒരാൾ പറഞ്ഞിരുന്നു അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അത് നമ്മളിങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ്. മറ്റേ വെള്ളം എന്ത് കാട്ടിയത് പുലി ഉണ്ട് തരേ അമ്മന്റെ കൈ കാക്കുന്റെ കൈമ പിടിച്ചോ. എന്താ ചോദിക്കണ്? ഇതെന്താ സംഭവം? ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് തന്നെ. ഇതെന്താ സംഭവം? എന്ത് മൃഗം? കാട്ടുപോത്താണ്. നല്ല സൈക്കിളെടുത്ത് പോട്ടെ വേറെ പീസാവും. 600 കിലോ ഭാരം അടിച്ചിട്ടോ. 600 കിലോനോ? സസ്യബുക്ക് ജീവിതകാലയളവ് 20-30 വർഷം. കാട്ടുപോത്ത് അപ്പൊ ഫസ്റ്റ് കണ്ടത് കാട്ടുപോത്താട്ടോ. അതൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എത്രയും വലുതാണത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. അതിൻ്റെ ആ നീൽപ്പും ആ നോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. തന്നെ നോക്കട്ടെ ഇതും കൂടെ തിരിഞ്ഞ വാലിനി കുരങ്ങോ ഒന്ന് കാണണം. ഇതാ നോക്കാം. അതവിടെ അവിടെതാ. എവിടെ വരത്തുമേ? ആയിക്കൂടെ ഒക്കെ ഉണ്ടതാ. എന്തിനാ മുഖം എവിടെ? നീ പോരി പറഞ്ഞു. എന്തിനാ വിളിച്ചതിനെ? ഇതെന്താണ്? ബംഗാൾ കുരങ്ങാണ്. ബംഗാൾ എന്തൊക്കെ അങ്ങനെ. രണ്ടാമത് പിന്നെ കുരങ്ങന്, അങ്ങനെ ഒരു വിധത്തിലുള്ളൊരു കുരങ്ങന് കേട്ടോ. പിന്നെ എനിക്കങ്ങനെ അതിനങ്ങനെ ഇഷ്ടമല്ല ഒരു മൃഗത്തിനെ. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് വീണ്ടും ഈസു കേട്ടോ ഹെസമോളെ എടുത്തിക്കണത് ഓടുക്കാന്ന് പറഞ്ഞിട്ട്. കുഴപ്പമൊന്നുമില്ല, ഇവിടെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നടന്നു പോകാൻ പറ്റിയത് തന്നെയാണ്. ഇതെന്താണ്? കാട്ടുകോഴിയാ? റിയ
പിന്നെ ഞങ്ങളങ്ങനെ പോയത് കാട്ടുകോഴി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ഇത് കോഴിയാണെന്നുള്ളത്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്നു. അതത്ര കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ അവിടെ നടന്നു. പിന്നെ മെയിനായിട്ട് ഈ പുലി കാര്യങ്ങൾ, സിംഹം അങ്ങനെയൊക്കെ കാണാൻ കേട്ടോ എനിക്കൊന്നാമത് താല്പര്യവും കാര്യങ്ങളൊക്കെ. പാമ്പ്, അപ്പോൾ എന്താണ് അപൂർവമായിട്ട് കാണുന്ന ജീവികളൊക്കെ. പിന്നെ ഓരോ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ക്ലോസ് ആക്കി താക്കോലുകൊണ്ട് പൂട്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നടന്ന് പോണോടത്ത് കൂടെ ഓരോ മരങ്ങളുടെ മുകളിലും പേര് എഴുതി വെച്ചിരിക്കണം കേട്ടോ, ഇന്ന മരങ്ങളാന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ കേട്ടിക്കണു ആ പേരുകളൊക്കെ, പക്ഷേ കണ്ടിട്ടില്ല. അങ്ങനെ ഓരോ മരങ്ങൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഓരോന്നിങ്ങനെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വലൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്താണെന്നുള്ളത് കഴുകനാണോ എന്താ എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ നോക്കിയില്ല. പിന്നെ മുതല, അവിടേക്കാട്ടോ ഞങ്ങൾ പോയത്. ഒന്ന് മണലിലും കിടക്കുന്നുണ്ട്, ഒന്ന് വെള്ളത്തിലും കിടക്കുന്നുണ്ട്. ഇത് അനങ്ങണേ ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കുള്ളതിൻ്റെ ഓർത്ത് വെച്ചിരിക്കണോ? കുത്തുട്ടോ, എനിക്ക് കളിയാണ് മാറും. അതിൻ്റെ തൊണ്ട് നടത്തും കണ്ണടക്കിയിട്ട് ഒറ്റ അതോ വേണ്ടേ നരക്കുമ്പോൾ അതിൻ്റെ കല്ലിപ്പാറ water down. ഈ ഒരു വണ്ടിയിലും കുറേ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇനി നടക്കാൻ വല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണോ അതോ പിന്നെ അതേപോലെ എന്താണ് പറയുക, അങ്ങനെ അതിൽ യാത്ര ചെയ്തിട്ട് സ്ഥലങ്ങൾ കണ്ടാൽ മതി എന്നുള്ള ആൾക്കാരാണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും നടക്കുന്നു. അതാ കല്ലൂടല്ലേ ഞാനെ കൊടുക്കുകയാണ്. ഓൾക്ക് മാസ്ക് ഇട്ടിട്ട് ഓളെ കൊടുക്കുന്നേ. കണ്ടോ അവിടെ വില്ലേജ് കണ്ടോ? എവിടെ എവിടെയാണ്? ആ ഇല്ലല്ല സിംഹത്തിന് കണ്ടോ?
ആർക്കടോ ഒരാള് സിംഹം നീച്ചുന്നില്ലല്ലേ? നമുക്കതിൽ പേര് നോക്കാം. എന്താണത്? സിംഹത്തെ കണ്ടത് എന്തായാലും പിന്നെ നല്ലൊരിതായിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കാണലില്ലല്ലോ സിംഹത്തിനെ. പിന്നെ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അത് കുറച്ച് നേരം ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ അതേപോലെ അവിടെ തന്നെ കിടന്ന്. പിന്നെ ഈ ഒരു സംഭവം എമോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരങ്ങനെ കേട്ടോ. എനിക്കെന്താന്നുള്ളതൊന്നും മനസ്സിലായില്ല. പിന്നെ പോയത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്താട്ടോ. ആ കിടക്കുന്നതാണ് സംഭവം. പക്ഷേ ഈ ഒരു മൃഗവും അതേപോലെ കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുന്ന വിധത്തിലൊരു സംഭവം കേട്ടോ. ഇതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് നല്ല പേടിയാണ്. ഇതിനെ കാണുമ്പോഴുള്ളൊരു പേടി കാര്യം. അപ്പോൾ ആ കിടക്കുന്നതാണ്. അത് നമുക്ക് തോന്നും, ഞാൻ ഫസ്റ്റ് വിചാരിച്ച പാറയാണെന്നേരം ഇങ്ങനെ പാറയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, രണ്ടാൾക്കാർ അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. പിന്നെ അവിടെ രണ്ടാൾക്കാർ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നീച്ച് നിൽക്കുന്നുണ്ട് വെള്ളത്തിൽ രണ്ടാൾക്കാർ. അപ്പോൾ എന്താണ് നല്ലൊരു വീഡിയോ എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് പോന്നു. ഇനി കണ്ടോ അതിൻ്റെ രൂപവും എന്താണ് വയറും ആ കണ്ണും. എന്തല്ലേ എന്തൊക്കെ ജീവികളാണ്. പിന്നെ ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ സ്വകാര്യം പറയുന്ന പോലെ തോന്നിയിട്ടോ എനിക്ക്. തിരിഞ്ഞു കിടന്ന് മുഖം ഫസ്റ്റ് നമ്മളെ നോക്കിക്കൊണ്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ രണ്ടാളും നീച്ച് ബാക്ക് സൈഡ് ഇങ്ങടാക്കിയിട്ട് പോലെ രണ്ടാളും എന്തോ പറയണ പോലെ തോന്നി. പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് അങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കലമാൻ നാട്ടോ ഇവിടെ എഴുതിയിരിക്കണത്. അപ്പോൾ ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാത്രമല്ല, അവിടെ ഒരു ഗേറ്റ് പോലെയുള്ള നെറ്റിൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു. ബ്രൗൺ ഏരിയ ഇപ്പം അത്യാവശ്യം ഞങ്ങൾ ഒരുപാട് നടന്നു കേട്ടോ. അവിടെ എന്താണ് വെയിലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നടന്നു പോകാൻ സുഖമാണ്. പക്ഷേ എന്താണ് ഞങ്ങളെ കയ്യിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയത് വീണ്ടും കാട്ടുപോത്താട്ടോ. എന്താണ് ഒന്നും ഇവിടെ കണ്ടു, അത്യാവശ്യം വലുതൊന്ന്. അതിൻ്റെ അടുത്ത് കാക്ക കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടിക്കൊന്ന് കാണിച്ചു കൊടുത്ത് വലുതാ. പുള്ളിമാൻ
പാമ്പുകളെയൊക്കെ കണ്ടിട്ടോ. എനിക്ക് പാമ്പുകളെ നല്ല പേടിയാണ്, പക്ഷേ കാണുന്നത് ഓരോ പാമ്പുകളെ പറ്റിയിട്ടും അറിയണത് നല്ലതാണ്. അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് അവിടെ എഴുതിയ പോലെ എനിക്ക് തോന്നി, പക്ഷേ ഞാൻ എല്ലാറ്റിൻ്റെ ഓരോ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളങ്ങനെ പോകുന്നുട്ടോ. അപ്പത്തിന് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തന്നെ ഉണ്ട് ക്യാൻറ്റീനും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചാൽ വേണ്ടി പോവാട്ടോ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണ്ടോ, ലൈക്ക് ചെയ്യണ്ടോ, കമൻറ്റ് ചെയ്യണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യണ്ടോ. ഓക്കെ.